മകരസംക്രാന്തിക്ക് അവധി കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഓക്കെ ഇത് കന്നഡക്കാരുടെ ആഘോഷ ദിവസമാണ്, പിന്നെ തമിഴ്നാട്ടിൽ പൊങ്കലാണ്, അങ്ങനെയൊക്കെയാ. വൈകിട്ട് വിശാഖ് മകരജ്യോതിയുടെ വീഡിയോ കൊണ്ടുവന്നപ്പോൾ ഓർത്തത് ഓക്കെ നമുക്കും ഇത് വിശേഷ ദിവസമാണല്ലോ, എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയേക്കാം ഓർത്തു. വെൽക്കം ടു ഫെയറി മെറ്റൽ ടൈൽസ്. ഞാൻ അപർണ വെണ്ണില. അപ്പം നമ്മൾ ഇന്ന് മകരസംക്രാന്തി ആയിക്കൊണ്ട് ഒരു അയ്യപ്പ ദർശനം നടത്താം. അതിനുവേണ്ടി നമ്മൾ കുട്ടികരയിൽ ഒരു ചെറിയ അമ്പലത്തിൽ പോവാട്ടോ. ഞങ്ങളിവിടെ സാധാരണ 2 അമ്പലത്തിലാണ് പോവാം. ഒരു വലിയ അമ്പലമുണ്ട്, ഒരു ചെറിയ അമ്പലമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വലിയ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കില്ലേ, എന്നാൽ പിന്നെ കുഞ്ഞമ്പലത്തിൽ പോകാന്ന്. ശരിക്കും അമ്പലത്തിലേക്കുള്ള വഴിയിലോട്ട് വണ്ടി എടുത്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ പൊന്നു വിഷയം ഇവിടെ മറച്ചു ആൾക്കാർ നമുക്ക് തിരിച്ചു പോകുന്നു. കാരണം ഇതേ വരെ ഞാൻ ഇതിന്റെ 100-ൽ 1 ആൾക്കാരെ ഞാനവിടെ കണ്ടിട്ടില്ല. പിന്നെ വിശാഖ് പറഞ്ഞു എന്തായാലും വന്ന സ്ഥിതിക്ക് തൊഴുതിട്ട് പോകാം. പിന്നെ അന്നദാനമുണ്ട്. അന്നദാനം എന്ന് പറയുമ്പോൾ എനിക്ക് നാട്ടിലെ അന്നദാനം ഓർമ്മ വരിക. നല്ല ചൂട് ചോറ്, സാമ്പാർ, ഒരു വൻപേർ മെഴുക്കുരട്ടി, അതൊക്കെ. സോ ശരി എന്നാൽ നമുക്ക് അന്നദാനം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അകത്ത് കയറി. ശരിക്കും എനിക്ക് ഇങ്ങനെ കുറച്ച് ക്രൗഡൊക്കെ കുറച്ച് പേടിയുള്ള ഒരാളാണ്. സാധാരണ അമ്പലത്തിൽ കയറിയിട്ട് അമ്പലത്തിനുള്ളിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നാട്ടിലൊന്നും സമ്മതിക്കാറില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണം വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ചേച്ചി വീഡിയോ കോളൊക്കെ വിളിച്ച് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ വേറെ കുറേ പേര് വീഡിയോ എടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാനും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ തൊഴാൻ പോയി നിന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരെ ആൾക്കാർ വീഡിയോ എടുക്കുന്നു. ഞാനും അങ്ങനെ തന്നെ ചെയ്തു. മറ്റേ വേട്ടക്കാരൻ്റെ രൂപത്തിലാണ് കേട്ടോ അയ്യപ്പനെ കളഭ ചാർത്തി ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നല്ല ഭജന നടക്കുന്നുണ്ട്. ശരിക്കും ഒരു മലയാളം പാട്ടുകളൊക്കെ പാടുന്നുണ്ട്, പക്ഷെ പ്രൊനൗൺസിയേഷൻ വലിയ പാടാണ് കേട്ടിരിക്കാൻ. നമ്മൾ മലയാളം ടീച്ചറും കൂടെ ആയതുകൊണ്ട് തോന്നായിരിക്കും. എന്തായാലും പിന്നെ ഞങ്ങൾ ചുറ്റി നടന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. രസമല്ലേ. ഭജന മുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ 18 പടിയും ഒക്കെ ആയിട്ട് അയ്യപ്പൻ്റെ മറ്റൊരു പ്രതിഷ്ഠയുണ്ട്. ഇവിടെയാണ് അവർ പടിപൂജ ചെയ്തതെന്ന് തോന്നുന്നത്. എന്നാൽ പിന്നെ അന്നദാനം കഴിക്കാം എന്നോർത്ത് ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് ആ ഹൃദയഭേദകമായി കാഴ്ച കാണുന്നത്. വെജ് പുലാവാണ്, പിന്നെ പൊങ്കലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം രാത്രി പിന്നെ ഇത്ര ലൈനൊക്കെ നിന്ന് അത് മേടിക്കാൻ കുറച്ച് മടി. പോരാത്തിന് അവിടെ ഭയങ്കര പൊടിയാണ്, പിന്നെ ഡസ്റ്റ് അലർജി ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തുള്ളി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്രയായി പോകുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ എവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുള്ള കൂലങ്കഷമായ ചിന്തയായിട്ടാണ് ഞങ്ങൾ പോയത്. അവസാനം ഞങ്ങൾ സൂഫി മന്ദിൽ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ബൈ, ദിസ് ഈസ് അപർണ വെണ്ണില സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അയ്യോ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല.